ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇപ്പോൾ കറണ്ട് എനർജിയുടെ കാര്യം പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മൂഡ് വളരെ സ്വിങ് ആയിട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പറയുന്നത് ഒന്നായിരിക്കും, ഇവർ കേൾക്കുന്നത് വേറൊന്നായിരിക്കും. അതനുസരിച്ച് നിങ്ങളോട് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. അപ്പോൾ ഇവിടെ മൂഡ് സ്വിങ് കാരണം വഴക്കുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ചെറിയ കാര്യങ്ങളെ പോലും വളരെ ഡീപ്പ്ലി എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റം കണ്ടുപിടിച്ച് നിങ്ങളോട് വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ മൂഡ് നല്ലതാവാത്തത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ ദേഷ്യവും മറ്റുള്ളവരുടെ മേൽ തീർക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടാണെങ്കിലോ ഇവരുടെ ഓഫീസിലുള്ള സ്റ്റാഫിനോടാണെങ്കിലോ ഇവരുടെ അച്ഛനും അമ്മയുടെ കൂടെ ആണെങ്കിലോ എല്ലാവരോടും ഇവർ ഇന്നത്തെ ദിവസം മൂഡ് ശരിയല്ലാത്തത് കൊണ്ട് ദേഷ്യം തീർക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ എന്തോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അതിൽ ഉറച്ചു നിൽക്കും. ആര് ഇവരെ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാലും ഇവർ മാറത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എഗെയിൻസ്റ്റാണ് തീരുമാനം എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവരെ പിടിച്ചു നിർത്താനും സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ലൈഫ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ടാണ് ഇവർ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇതുകൂടാതെ ഇവരുടെ മൂഡ് ഇന്നത്തെ ദിവസം വളരെ മോശമായതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനായാലും ഇവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യത്തിന് അവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോകരുത് നിങ്ങൾ. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരൊക്കെയാണ് ഇവരോട് വഴക്കിടാൻ പോകുന്നത് അവരുമായിട്ട് ബന്ധം വരെ അവസാനിപ്പിക്കുന്ന ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാരുടെ പേഴ്സൻ്റെ മൂഡ് മോശമാവാൻ കാരണം ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം. ഉള്ള കാർമിക് ട്രിഗർ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ലഭിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചുകൊണ്ട് തന്നെ ഇവർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് വരണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. അതുകൊണ്ടാണ് ഇവർ സ്ട്രെങ്തോടു കൂടി ഒരു ഡിസിഷൻ എടുത്തതും അതിൽ ഉറച്ചു നിൽക്കുന്നതും. ഇവിടെ നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അത് ആരും സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ല. ഇവർ ആ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഉള്ളത്. പക്ഷേ അവരുടെ മൂഡ് വളരെ മോശമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ വഴക്കിടാൻ പോകരുത്. ബാക്കി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ട്രാപ്ഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ ആ സിറ്റുവേഷൻ തന്നെ അവസാനിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. എനർജി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റൊമാൻറ്റിക് എനർജിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടി പൊസസീവാണ്, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയുള്ള എന്തൊക്കെ തീരുമാനങ്ങളാണോ അതെല്ലാം ഇവർ എടുക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാണ്, ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും പുറത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ട്രൂ ഫീലിങ്സ് ആണ്, പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആണ് ഇവർക്കുള്ളത്. നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഒന്നുമല്ല. വളരെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ, വളരെയധികം പൊസസീവാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒത്തിരി ഇമോഷൻസ് ഉണ്ട്, ലവ് ഉണ്ട്, കെയർ ഉണ്ട്. ഇവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇത്ര നാൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ഇത്ര നാൾ ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അതിനെല്ലാം നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ തരുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ട് ഇവർ ഓരോ ദിവസം കൂടുന്തോറും ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആകുന്നു എന്നാണ്. ഒരു മദർലി കെയർ, ഒരു മദർലി നേച്ചർ നിങ്ങളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഇവരുടെ ഫാമിലി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവഡ് ആയി കഴിഞ്ഞു. അതായത് നിങ്ങളുടെ കാര്യം വീട്ടിൽ ഇവർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതുവരെയും ഡിസ്കസ് ചെയ്യാത്തവരാണ് എങ്കിൽ ഇവർ ഫാമിലിയോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. നോ കോൺടാക്ട് സിറ്റുവേഷനും കോൺടാക്ട് സിറ്റുവേഷനും. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും മാരേജ് മാരേജ് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇവരുടെ ഫാമിലി ട്രഡീഷണൽ വേയിൽ അറേഞ്ച് മാരേജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരുടെ മാരേജ് അറേഞ്ച്ഡ് ആയിട്ട് നടത്തണം, ട്രഡീഷണൽ ആയിട്ട് നടത്തണം എന്നാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കണമെന്നാണ്. ഫാമിലി ആഗ്രഹിക്കുന്ന ഒന്ന്, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒന്ന്. ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം കറണ്ട് ഫീലിംഗ് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ്. ഇവിടെ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ കുറച്ചൊന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സൺ മാരേജിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞ് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. പെട്ടെന്ന് ഒരു മാരേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഇവരുടേത്. അപ്പോൾ അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ള പേടിയിലാണ് ഇവർ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാതെ ഇരിക്കുന്നത്. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ സെപ്പറേഷനിലാണ് ഉള്ളത് എങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി റിലീസായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റൻസ് വച്ചത്, ഇപ്പോൾ ആ ഒരു കാരണത്തിനോട് നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റൻസ് വയ്ക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയോട് ഡിസ്റ്റൻസ് വയ്ക്കുന്നുണ്ട്. അത് കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ബാലൻസ് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ സെപ്പറേഷനിലോ ആണ് എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസ് വരാൻ പോകുകയാണ്. കാരണം ഇവരുടെ വിഷൻ ക്ലിയർ ആയി കഴിഞ്ഞു. എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായിട്ടൊരു ഡിസ്റ്റൻസ് ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 7 ആണ്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 7 അവേഴ്സ് അല്ലെങ്കിൽ 17 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊണേറ്റ് ആകുന്നതാണ്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും നിങ്ങളെ സ്വയം കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നോ കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വഴക്കാണ് വരാൻ പോകുന്ന സമയം. ഇവിടെ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റി വയ്ക്കുക. കൂടാതെ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാൻ പോകരുത്. കാരണം ഈ ഒരു ടൈം പീരീഡിൽ നെക്സ്റ്റ് ആഴ്ച നോക്കുമ്പോൾ വഴക്ക്, അടി, ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ. ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം. ഇവിടെ 10 അവേഴ്സ് തൊട്ട് 15 അവേഴ്സ് വരെ നിങ്ങളുടെ പേഴ്സൻ്റെ മൂഡ് വളരെ മോശമായിരിക്കും. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകരുത്. ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ നല്ലതായി കൊണ്ടുപോയാൽ വരാൻ പോകുന്ന സമയം കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് ടൈം എടുക്കും പെർമനൻ്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കാൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ആക്ഷൻ നിങ്ങളുടെ ഫേവറിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്, പക്ഷെ കുറച്ച് സമയമെടുക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട് എങ്കിൽ അവരോട് പറഞ്ഞ് ഈ ഒരു പ്രശ്നം സമാധാനപരമായിട്ട് ശരിയാക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഫ്രണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എങ്കിൽ അവരെ സഹായം ചോദിച്ച് അവരെ കൊണ്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് വിഷമിക്കരുത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി മാനിഫെസ്റ്റേഷൻ ആകും. അതുകൊണ്ട് അങ്ങനെ ആവശ്യമില്ലാതെ മോശം കാര്യങ്ങൾ ചിന്തിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃശിവായ. താങ്ക് യു സോ മച്ച്.